സപ്താഹം എന്ന് പറയുന്നത് ഇത് ഒരു വിശ്വഭാഗവത പ്രയാഗിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സപ്താഹമാണ്. ഇത് 2012 നമ്മൾ യൂറോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്പിൽ വിയന്ന എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഹസ്ബൻഡ് അവിടെ ഇന്ത്യൻ എംബസിയിൽ പാസ്പോർട്ട് ഓഫീസറായിട്ട് ജോലി ചെയ്യായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ വിശ്വഭാഗവത പ്രയാഗ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കേരളത്തിലും എല്ലാ സ്ഥലത്തും കൂടി ഒന്നിച്ചൊരു ഭാഗവത പാരായണം കേൾക്കുക, അതോടൊപ്പം സപ്താഹം നടത്തുക, അങ്ങനെയൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ ഞാൻ അതിൽ ഈ 7 ദിവസം പാരായണം കേൾക്കാം എന്നുള്ള ഇതിൽ അങ്ങനെയാണ് 2012 ഒരു 7 ദിവസം ഭാഗവത ശ്രവണമായിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ അവിടെ 3 വർഷം കംപ്ലീറ്റ് സപ്താഹമായിട്ട് ഭാഗവതം കേട്ട് പിന്നെ തിരിച്ച് വന്നത് ഡൽഹിയിലാണ്. ആർ കെ പുരത്ത് ആ ഉത്തര ശബരിമല എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയുടെ അടുത്ത് തന്നെയില്ല ഒരു വലിയൊരു സത്സംഗം ഉണ്ടായിരുന്നു അവിടെ ആർ കെ പുരത്ത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരു സത്സംഗമായിട്ട് അവിടെ ഒരു 4-5 വർഷത്തോളം അതൊരു സപ്താഹം തന്നെ ആയിട്ട് നടത്താൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് 7 ദിവസം അങ്ങനെ നമ്മൾ നാമസങ്കീർത്തനങ്ങളും ഒക്കെ ചൊല്ലിയൊരു സപ്താഹം അവിടെ ആർ കെ പുരത്ത് നടന്നു. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഒരു ഫ്ലാറ്റ് വാങ്ങി ദ്വാരക എയർപോർട്ടിനടുത്തുള്ള ഒരു ആദ്യ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയത്. അപ്പോഴേക്കും ആ കൊറോണ വന്നതുകൊണ്ട് ആ വലിയൊരു സത്സംഗമൊന്നും പിന്നെ ഉണ്ടായില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ വരാറുള്ളൂ. അവിടെയും ഇതേപോലെ സപ്താഹം തന്നെയാണ്. ആൾക്കാർ കുറവുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ആചാര്യായും പൂജാരിയായും ജോലിക്കാരിയുമായും ഒട്ടെ ഞാൻ മുന്നിൽ നിന്നുകൊണ്ടാണ് നടത്തുന്നത്. പക്ഷേ ഞാനല്ല ചെയ്യുന്നത്. കാരണം ഞാൻ എന്ന് പറയുമ്പോൾ അതിലൊരു അഹങ്കാരം വരും. അപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ നടത്തുന്ന ഒരു സപ്താഹമാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ മുന്നിൽ നിന്നുകൊണ്ട് ആ പാദം പിടിച്ച് പറകിൽ നിന്നുകൊണ്ടാണ് ഞാനിത് നടത്തുന്നത്. അങ്ങനെ കൊറോണ കാലത്ത് ആ സപ്താഹം അങ്ങനെ നടന്നു വരുമ്പോഴാണ് എനിക്ക് പൂജ പഠിക്കാനും അങ്ങനെ ശങ്കര വിദ്യാപീഠത്തിൽ വെച്ചിട്ട് ഗുരുനാഥനായ ബ്രഹ്മശ്രീ മാടശ്ശേരി വിനോദ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ കീഴിൽ ഗണപതി ഹോമം, അതുപോലെ വിഷ്ണു പൂജ, ശിവപൂജ, ഭഗവതി സേവ ഒക്കെ പഠിക്കാനും ജ്യോതിഷം പഠിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞത് വേറെ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഗുരുവും ഗുരുവായൂരപ്പനും ഒന്ന് തന്നെയാണ്. കാരണം അതിപ്പോൾ സപ്താഹമായാലും പൂജയൊക്കെ ചെയ്യുമ്പം ആൾക്കാർ പറയും ഇതിപ്പോൾ ഡൽഹിയിലാകുമ്പോൾ അത്ര കുഴപ്പമില്ല, നാട്ടിലാകുമ്പോഴൊക്കെ പറയും അത് സ്ത്രീകൾ സപ്താഹം നടത്തിയ അത് സ്ത്രീകൾ പൂജ ചെയ്യോ, ഭഗവാൻ സ്ത്രീയാണോ ഒന്നും നോക്കില്ല, ഭഗവാനെ ഭക്തി മാത്രം മതി. ഹസ്ബൻഡും കൂടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ആലുവയിൽ പോയി ഗുരുനാഥനിൽ നിന്നും ആ മന്ത്രദീക്ഷ എടുത്തിട്ട് ആ പൂജകൾ ചെയ്യാൻ നീ പൂജക്ക് അധികാരിയാണ് എന്നല്ല ഗുരുനാഥൻ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ആ പൂജകളൊക്കെ ചെയ്തത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സജിത ഗംഗാധരൻ.